ദക്ഷിണ സിന്ധുതൻ ഉത്തരതീരവും ബുക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ടദേശേ നിന്നു പാരേലിറങ്ങിയിരുഭൂകുലനാഥനും. താരേയ കണ്ഠം അമർന്ന സൗമിത്രിയും പാരിയിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിധി തീരം പ്രവേശിച്ചനന്തരം. സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയും മുത്തുസന്ധ്യാവന്ദനം ചെയ്തോ. വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു. മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗക ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം. അത്യുന്നത തരംഗാഢ്യമഗാധമീതുത്തരണം ചെയ്വതിന്നരൂതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശമാരായി കവികളും മന്ദബുദ്ധ്യാ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയക്രോധലോപാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ. സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യം ആനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരാത്മാ പരംപുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം. അതുമൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിൽക്ക ദശരഥപുത്രരും അക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം. ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പൊക്കിരുന്നീടിനാൻ. ആതിഥേയ സുരേന്ദ്രാദികൾക്കും ഹരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഉപ്പോടു വന്നകം പൊക്കൊരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദിതൻ ഉത്തരതീരെ മരുവുന്നോർ. കർത്തവ്യമെന്തു നമ്മാൽ ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കജഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ അധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതം ഇതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ.
തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമതോ മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്ന ഐക്യമത്യമായവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു വിധീവതോ. മധ്യമമായുള്ള മന്ത്രം അതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞതോ സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീശയാ. കാലുഷ്യചേതസ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോന്നതമതെത്രയും. എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള ഹിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നെത്രയും ഓർത്തോളമുള്ളിലിതിന്നൊരു കാര്യ വിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച് ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വിത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യ പത്തനെ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാമേഘനീനാഥനതോർക്ക നീ. വിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച് ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകോ. ഹൂങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയേണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലം ഇളക്കി എടുത്തുടൻ ആലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമോ രാമയമെന്നിയെ പൊയ്ക്കൊണ്ടതുമവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിൽ ഏകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികൾ ഇല്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും. എത്രയും പാരമിളപ്പം നമുക്കതും ഉൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭോ. നക്തഞ്ചരവരരിത്തം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഢഗാഢം പുണർന്നൂടമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴ്കെന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതോ നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ.
മോഹേന നാദവേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതോ. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളീശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലും അതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതോ. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതേ നിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനോ വന്നിടുമാപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനോ വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ. ആശു വരുവൻ അനുജ്ഞയെ ചെയ്കിലെന്ന് അശരാധീശ്വരനോടു ചൊല്ലിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീര ദശാനന കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തോ കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഗ്നയജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഗനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ. വമ്പൻ മഹോദരനും മഹാപാസ്യനും കുംഭകനും ത്രിശിരസ്സതികായനും. ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും. രൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും. ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ലവനോടെടോ. നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായ്ക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിയുവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിരുതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ലവൻ ഈശാനനുമല്ല. വേദാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദൻ സൃഷ്ടിസ്ഥിതിലയകാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ. അന്നന്നസൂരരെയൊക്കെയൊടുക്കുവാൻ മന്നിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകില്ലതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ.
ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊൾക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടും ഏവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പുക്ക നേരത്തധീബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വച്ചുകെല്ലാം അഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ത്രയ്യംബകം വില്ലുഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാതനെ കൊന്നു കളഞ്ഞതും ചെന്ന് കരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്യയ്ക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃത തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ കാലപുരം രമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലിൽ എന്നു നിർണയം തന്നെ ദുർനയം കൊണ്ടു വരുന്നതേനെന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയം ഉള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി ധാരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാം എന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതേനോർക്ക നീ മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൾ വരും ഫലമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതുമോർക്ക നീ രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊല കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായ്ക വേണമേ യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാത്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരം എന്നോടു ചൊല്ലുകയിലാശു നീ വധ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നള് ഓർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യു വശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവപാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചുകൊൾ വൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായവൻ ഹിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു
ദാരധനാലയമിത്രഭൃത്യൗകവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലുമൊരാമയം ഇങ്ങതേനില്ലെന്നു നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിനിന്നേകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗം അനുഷ്ഠിപ്പാനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി. ജാതനായാൻ ജനകാലയെ കാലിയും സീതാവിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരൂപരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം. വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ. ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ആശരവംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാനുഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം. ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം. ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണകുംഭകർണവദനം. വേദസ്യ രാമായണം ശ്രീരാമായണം ഭജേ.